സജിത്ത്, ഇക്കാര്യത്തിൽ പലരും തന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. വലിയ രീതിയിലുള്ള ഒരു ബഹളമായിരുന്നു. വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നു ഈ സമരപന്തലിലേക്ക് ജലപീരങ്കി പ്രയോഗിക്കുന്നു. ഇതിനിടയിൽ ഒരുപക്ഷെ ഈ പരിക്ക് പറ്റിയ ആരെങ്കിലും നീക്കം ചെയ്യാൻ ചിലരെങ്കിലും പോലീസ് തുടക്കം കഴിഞ്ഞ നാളുകളിലെല്ലാം തന്നെ പ്രതിരോധിച്ചു നിന്നത് ശ്രീനിജന്റെ പോലീസ് എന്താ ചെയ്തേ? വീട് 2 ചെയ്ത് വെച്ചിട്ട് പോയി. ഞങ്ങളിപ്പോൾ ചെയ്ത് വെച്ചിട്ട് പോയി. പോലീസുകാർക്ക് നമ്മളോട് ചെയ്യുന്നില്ല. ആണെങ്കിലൊക്കെ പിടിച്ചിട്ടേ എന്നിട്ട് പെണ്ണുങ്ങൾ തല്ലോ എല്ലാവരും കൈയിട്ട് പാലിച്ച് തവിട്ട് വനിതാ പോലീസാണോ അതോ അവരവരുടെ സേഫ്റ്റിയൊക്കെ അവര് നടക്കണം. ഞങ്ങൾ അടി കൊള്ളാൻ മാത്രമായിട്ടിരുന്നു. ഞങ്ങൾക്ക് മരിക്കാനുള്ള വഴിയില്ല. ഒട്ടും പാടില്ല. സാധനം വലിച്ചു എന്താണെന്ന് തികച്ചും ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണത്. കാരണം കഴിഞ്ഞ 5 വർഷം പ്രത്യേകിച്ച് ഒരു പട്ടികജാതിക്കാരനായിട്ടുള്ള MLA പ്രതികരിക്കുന്ന ഒരു മണ്ഡലം എന്നുള്ള രീതിയിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ കോടതി ഉത്തരവുകളൊക്കെ ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ 5 വർഷം ഈ പാരിയത്തുകാവിലെ ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു കഴിഞ്ഞ സർക്കാരും ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലും കഴിഞ്ഞ സമയത്ത് 5 വർഷം ഞങ്ങളെടുത്തത്. പക്ഷെ അതിന് ഘടകവിരുദ്ധമായിട്ട് ഈ സർക്കാർ അധികാരത്തിലെത്തി 3ാമത്തെ ദിവസം ഇതാണോ ഈ സർക്കാരിന്റെ ദളിത് വിഭാഗങ്ങളോടുള്ള സമീപനമെന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. ഇത് മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ്. കാരണം അവരറിഞ്ഞിട്ടാണോ ഇത് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇവിടെ പോലീസ് ഇപ്പൊ ഇവിടെ ഉള്ള അമ്മമാരും സഹോദരിമാരും പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ഇതിൽ കോൺഗ്രസിന് വോട്ട് ചെയ്ത ആളുകളുണ്ട്, എല്ലാ പാർട്ടിയിലും വോട്ട് ചെയ്ത ആളുകളുണ്ട്. 100 വർഷമായിട്ട് ഇവര് താമസിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇവര് ഇറങ്ങിപ്പോകണമെന്ന് ഞങ്ങൾ പറയാറില്ല, ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ അവരെ കുടിയൊഴിപ്പിക്കാൻ വരുമ്പോ അവർക്ക് ആവശ്യമായിട്ടുള്ള പുനരധിവാസത്തിനുള്ള സൗകര്യം ഈ സർക്കാർ ചെയ്തു കൊടുക്കണ്ടേ? ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ അമ്മമാര്, അവരെ ക്രൂരമായിട്ടാണ് അവരെ തല്ലിച്ചതച്ചതെന്നാ പറയുന്നത്. പോലീസിന് എന്ത് ഉത്തരവാദിത്തമുള്ളത്? പോലീസിന് ആരാണ് ഇതിനൊക്കെ അധികാരം കൊടുത്തിരിക്കുന്നത്? ഇത് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഇത് വഴിവിട്ട് ഇത്തരത്തിൽ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. ആ ഉദ്യോഗസ്ഥനെതിരെ ആവശ്യമായ നടപടികൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം ഞങ്ങൾ തുടരും. നടപടികൾ ആദ്യഘട്ടത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത് 100 വർഷമായിട്ട് ഇതിലൊരു കുറെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. 19.5 ഏക്കർ സ്ഥലം ഇത് റവന്യൂ പുറമ്പോക്കാണെന്ന് റവന്യൂ രേഖകൾ തന്നെ പറയുന്നുണ്ട്. ഹൈക്കോടതി ഉത്തരവുണ്ട്. ഈ 19 ഏക്കറിൽ പെടുന്ന 2.5 ഏക്കർ സ്ഥലം മാത്രം എങ്ങനെ അളന്ന് തിട്ടപ്പെടുത്തുന്നത്? ഇതിന്റെ അതിർത്തി പങ്കിടുന്ന പെരിയാർ വാലി കനാൽ അടക്കം ഇത് ഗവൺമെന്റ് സ്ഥലമാണ്. എങ്ങനെയാണ് ഒരു അഭിഭാഷക കമ്മീഷൻ ഒരു ഗുണ്ടേനെ പോലെ വന്ന് രാവിലെ മുതൽ കഴിഞ്ഞ 14 പ്രാവശ്യവും ഞങ്ങള് ജനകീയമായിട്ടാണ് തടഞ്ഞത്, നിയമപരമായിട്ടാണ് തടഞ്ഞത്. ഞങ്ങളുടെ ഒരു ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബൗണ്ടറീസ് ആക്ട് പ്രകാരം അതിർത്തികൾ പങ്കെടുക്കുന്ന സ്ഥലത്ത് നോട്ടീസ് കൊടുക്കണമെന്ന് കോടതി ഉത്തരവുള്ളതാണ്. ആ ഉത്തരവുകളൊന്നും പാലിക്കാതെയാണ് ഇന്ന് അഭിഭാഷക കമ്മീഷനും പോലീസിന്റെയും
ഒരു ഗുണ്ട രാജ് തന്നെ ഈ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ദളിതുകളായിട്ടുള്ള ആളുകളുടെ കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ വേണ്ടി ഇന്ന് നടന്നിട്ടുള്ളത്. ഇത് ശക്തമായിട്ട് പ്രതിഷേധിക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും ഈ സർക്കാരിനെ, ഈ കോൺഗ്രസ് സർക്കാരിനെ വിശ്വസിച്ച് വോട്ട് ചെയ്ത ദളിത് മേഖലയിൽപ്പെടുന്ന ദളിതരായിട്ടുള്ള ആളുകളെ അധികാരം കിട്ടി രണ്ടാമത്തെ ദിവസം ഇത്തരത്തിൽ ക്രൂരമായിട്ട് തല്ലിച്ചതച്ചത് ശരിക്കും അന്വേഷിക്കേണ്ട വിഷയമാണ്. ഇവിടെ ഇത് ഒരു മിനിറ്റ് അതായത് ഇതില് ഒരു മിനിറ്റ് ഞാൻ പറയാം, മറുപടി പറയാം. അതായത് ഇത് അതായത് ഈ വിഷയത്തിൽ എറണാകുളം പാലിയത്തുകാവ് പട്ടികജാതി ഉന്നതിയിലാണ് ഈ സംഭവം നടക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായത്. കുടിയൊഴിപ്പിക്കൽ തടയാൻ എത്തിയവർ കുടിയൊഴിപ്പിക്കൽ തടയാൻ ശ്രമിക്കുന്നു. അഭിഭാഷക കമ്മീഷൻ പോലീസിന്റെ സഹായത്തോടു എത്തി വലിയ തരത്തിലുള്ള നീക്കമാണ് നടത്തിയത്. വനിതകൾക്കടക്കം വലിയ പരിക്കേറ്റു എന്നതാണ്. ഇത് രാഷ്ട്രീയപരമായി പുതിയ സർക്കാരിനുണ്ടാകുന്ന ഒരു വെല്ലുവിളിയും പ്രതിസന്ധി കൂടിയാണ്. കാരണം ഈ വിഷയത്തിൽ വലിയ ജനകീയ പ്രക്ഷോഭം അവിടെ ഉണ്ടാകുന്നു എന്നാണ് സാഹചര്യം. എന്തായാലും ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. പോലീസ് നടപടികൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതാണ് സാഹചര്യം. എന്തായാലും ഇതിൻ്റെ തുടർ നീക്കങ്ങൾ വരുന്ന മണിക്കൂറുകളിലടക്കം പ്രതീക്ഷിക്കാം. പൂർണ്ണമാവുന്നു. നന്ദി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.